ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് 8086 ആർക്കിടെക്ചറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. 8086 ആർക്കിടെക്ചറിൽ ബ്ലോക്ക് ഡയഗ്രത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BIUയും രണ്ടാമത്തത് എക്സിക്യൂഷൻ യൂണിറ്റ് EU ആണ്. ഓക്കെ, അപ്പോൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെമ്മറിയിൽ നിന്നോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നോ പെരിഫറൽ ഡിവൈസസിൽ നിന്നൊക്കെ ഡാറ്റനെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഫെച്ച് ചെയ്യുക. ഡാറ്റനെ ഫെച്ച് ചെയ്യുക, ഇവിടെ പ്രോസസ്സറിൽ ഫെച്ച് ചെയ്യുക. ആ ആവശ്യമുള്ള ഡാറ്റനെ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ടാവും. ആ ക്യൂവിൽ നിന്നും ആ ഓരോ ഡാറ്റനെയും ആരെന്ത് ചെയ്യും, എക്സിക്യൂഷൻ യൂണിറ്റ്, ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ക്യൂ ആ ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നിന്നും നമ്മുടെ ഇതാണ് എക്സിക്യൂഷൻ പാർട്ട്. ഈ എക്സിക്യൂഷൻ പാർട്ട് എന്ത് ചെയ്യും, ഈ ക്യൂവിൽ നിന്നും ഇതിനെ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, 16 ബിറ്റാണ്. ഇതിൽ 16 ബിറ്റ് എന്തുണ്ട്, അഡ്രസ് ബസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്, ഓരോ ഈ ആർക്കിടെക്ചറിൽ BIUയും EUയും എന്തുണ്ട്, ഇൻറ്റേർണൽ ഡാറ്റാ ബസ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് ഇൻറ്റേർണൽ ഡാറ്റാ ബസ്സുമായിട്ട് എന്തുണ്ട്, ഇത് കണക്റ്റഡ് ആണ്. പിന്നെ ഇവിടെ അഡ്രസ് കൺവേർഷൻ മെക്കാനിസംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BUയിലാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ മെമ്മറീനെ എന്ത് ചെയ്തിട്ടുണ്ട്, സെഗ്മെൻറ്റ്സുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെമ്മറീനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റ്സിനും എന്തുണ്ട്, ഓരോ 64K ആയിട്ട് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സ്. ഈ സെഗ്മെൻറ്റ്സിന് ഫിസിക്കൽ അഡ്രസ്സ്, ഈ സെഗ്മെൻറ്റ്സും അതേപോലെ തന്നെ എഫക്റ്റീവ് അഡ്രസ്സും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അഡ്രസ് കൺവേർഷൻസ് നടത്തുന്നത് ആര് നടത്തും, നമ്മുടെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് നടക്കും. ഈ അഡ്രസ് കൺവേർഷൻസ് നടത്തിയിട്ട് ഇതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സിൽ നിന്നും ഓഫ്സെറ്റ് അഡ്രസ്സിൻ്റെ വാല്യൂ എടുത്തിട്ടും പിന്നെ അതേപോലെ നമ്മുടെ ഓഫ്സെറ്റ് അഡ്രസ്സിൻ്റെ വാല്യൂസ് സെഗ്മെൻറ്റ്സിൻ്റെ വാല്യൂം കൂടി മെമ്മറിൻ്റെ സെഗ്മെൻറ്റ് അഡ്രസ്സും കൂടി എടുത്തിട്ട് ഓരോ സെഗ്മെൻറ്റിൻ്റെ അഡ്രസ്സും എടുത്തിട്ട് എന്ത് ചെയ്യും, ഫിസിക്കൽ മെമ്മറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BIUൻ്റെ ഡ്യൂട്ടിയാണ്. എന്നിട്ട് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് ഈ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യും, എക്സിക്യൂഷൻ യൂണിറ്റിലോട്ട് ഇതിനെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എന്തുണ്ട്, ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ക്യൂ ഉണ്ട്. ഈ ക്യൂന്ന് ഈ ഇൻറ്റേർണൽ ഡാറ്റ ബസ്സുമായി ഇത് ആര് പ്രോസസ്സ് ചെയ്യും, ഈ ഡീകോഡ് ചെയ്യും. ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ ഉണ്ട്, ഡീകോഡിങ് സർക്യൂട്ട് ഉണ്ട്. ഇതാര്, നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റിന് എന്തുണ്ട്, ഇൻറ്റേർണൽ ഡാറ്റാ ബസ് ഉണ്ട്. എക്സിക്യൂഷൻ യൂണിറ്റിന് ഇൻറ്റേർണൽ ഡാറ്റാ ബസ് ഉണ്ട്. ഈ എക്സിക്യൂഷൻ യൂണിറ്റ് എന്ത് ചെയ്യും, ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഉള്ള ഡാറ്റന് ആര് ഡീകോഡ് ചെയ്യും, എക്സിക്യൂഷൻ ഡീകോഡ് ചെയ്തിട്ട് ALUയിൽ വെച്ചിട്ട് ഈ ഡാറ്റ എന്ത് ചെയ്യും, ALUയിൽ വെച്ചിട്ട് ഈ ഡാറ്റനെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് എവിടെ സ്റ്റോർ ചെയ്യുന്നു, ഫ്ലാഗ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. എക്സിക്യൂഷൻ യൂണിറ്റിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് AX, BX, CX, DX ആയിട്ടുള്ള ഒരുപാട് പെയ്ഡ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ 8085 ആർക്കിടെക്ചറിൽ പഠിച്ചതാണ്. പിന്നെ സ്റ്റാക്ക് പോയിൻ്റർ SP, ബേസ് പോയിൻ്റർ BP, സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്, ഇതൊക്കെ എവിടെ ഉള്ളതാണ്, എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ പാർട്ടായിട്ടുള്ള രജിസ്റ്റേഴ്സാണ്. ഈ ഓവറോൾ ആയിട്ടുള്ള ഈ രജിസ്റ്റേഴ്സിനെ പറയുന്ന പേരാണ് രജിസ്റ്റർ ബാങ്ക് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡാറ്റ റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷൻസൊക്കെ എന്ത് ചെയ്യും, ALU എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അക്യുമുലേറ്ററിൽ നിന്ന് മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, മെമ്മറിയിലോട്ടോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലോട്ടോ എന്ത് ചെയ്യും, റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഇങ്ങനെയാണ് 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ വർക്ക് ചെയ്യുന്നത്. 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെഗ്മെൻറ്റ്സ് നമുക്കറിയാം, സെഗ്മെൻറ്റ് രജിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താ സെഗ്മെൻറ്റ് രജിസ്റ്ററിന്, മെമ്മറിനെ ഒരുപാട് 64K ആയിട്ട്
കുറച്ച് ലൊക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ലൊക്കേഷനും സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സിനെ പറയുന്ന പേരാണ് ബേസ് അഡ്രസ്സ് എന്നാണ് പറയുന്നത്. അവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്സെറ്റ് അഡ്രസ്സ് എടുത്തിട്ട് ഓഫ്സെറ്റ് അഡ്രസ്സിൻ്റെ വാല്യൂയും ഈ ബേസ് അഡ്രസ്സിൻ്റെ വാല്യൂയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേസ് അഡ്രസ്സിൻ്റെ വാല്യൂവിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ അഡ്രസ്സ്, ഇതിന് മെയിനായിട്ടുള്ള അഡ്രസ് കാൽക്കുലേഷൻസ്, അതായത് ഫിസിക്കൽ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എക്സിക്യൂഷൻ യൂണിറ്റിൽ വെച്ച് ALU എന്ത് ചെയ്യും, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. എന്നിട്ട് ഒരു 16 ബിറ്റ് ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ ഓൾറെഡി പിക്ചറിൽ കണ്ടിട്ടുണ്ട്. ആ ഫ്ലാഗ് രജിസ്റ്ററിൽ റിസൾട്ട് ഓഫ് എക്സിക്യൂഷൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, അവിടെ ഡിസ്പ്ലേ ചെയ്യും. ക്ലിയർ അല്ലേ? എന്താ മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെമ്മറി. അപ്പോൾ എന്താണ് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് റിക്വയർഡ് എ മെമ്മറി ലൊക്കേഷൻ ഇൻ ദ സെഗ്മെൻറ്റ് ഫ്രം ദ ബേസ് അഡ്രസ്. ഓരോ സെഗ്മെൻറ്റ്സിനും എന്തുണ്ട്, ബേസ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റ എവിടെ ആയിരിക്കും ഉണ്ടാവില്ലേ, വേറൊരു അഡ്രസ്സിലായിരിക്കും ഉണ്ടല്ലേ. അപ്പോൾ അതായത് ഞാൻ പറയാം 0001 എന്ന് പറയുന്ന ഒരു ബേസ് അഡ്രസ്സ് ഉണ്ടെന്ന് വെക്കുക. 0001 എന്ന് പറയുന്ന ഒരു ബേസ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഈ 001 ആണ് ബേസ് അഡ്രസ്സ് എങ്കിൽ അവിടുത്തെ ഡാറ്റ എവിടെയാണുള്ളത്, 005 ഡാറ്റ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 001 ബേസ് അഡ്രസ്സ് ആണ് ഒരു സെഗ്മെൻറ്റിനുള്ളതെങ്കിൽ ഡാറ്റ ഉള്ളത് എവിടെയാണ്, 005 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. അപ്പോൾ ഈ 001 നിന്നും 005 ലൊക്കേഷൻ്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ്സെറ്റ് അഡ്രസ്സ് പറയാം. ഈ ഓഫ്സെറ്റ് അഡ്രസ്സും ഈ ബേസ് അഡ്രസ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, 001 നിന്നും 005 കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, നമുക്ക് അവിടെ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ മെമ്മറിൻ്റെ എക്സാക്റ്റ് ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ, ഫിസിക്കൽ അഡ്രസ്സിൻ്റെ വാല്യൂ കിട്ടും. ഈ വാല്യൂ എക്സിക്യൂഷൻ യൂണിറ്റിലോട്ട് പാസ് ചെയ്താൽ മാത്രമേ എക്സിക്യൂഷൻ യൂണിറ്റ് അവിടെയുള്ള ഡാറ്റനെ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും, സെഗ്മെൻറ്റ് ഓഫ്സെറ്റ് അഡ്രസ്സ് ഉണ്ടാവും. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്താണ്, 16 ബിറ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു, ഓഫ്സെറ്റിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ FFH ആണ്. F എന്ന് പറഞ്ഞിട്ട് 15 ആണ്. ഇവിടെ 16 ബിറ്റാണ്. അപ്പോൾ ഇതിനെ 4 നിബിൾസായിട്ട് 16 FFH ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. ഓരോ സെഗ്മെൻറ്റ്സിനും എന്തുണ്ട്, 64 ലൊക്കേഷൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? 64K ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഉള്ളത്. എന്താണ് സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ് ഉണ്ട്, നോൺ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ മെമ്മറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. മെമ്മറിനെ ഒരുപാട് സെഗ്മെൻറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, SS, CS, BS എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സ് എന്തായിരിക്കും, ബേസ് അഡ്രസ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്തു. അത് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുന്നേ വേറെ ഒരു സെഗ്മെൻറ്റ്സ് 64K ആണ് ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുന്നേ വേറെ ഒരു സെഗ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുക. നോൺ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒരു 64K ഉള്ള ഒരു സെഗ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ തൊട്ട അടുത്ത സെഗ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സെഗ്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് നോൺ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ് എന്താ, നോൺ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു, ക്ലിയർ ആയല്ലേ. അപ്പോൾ തൊട്ടടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് മെമ്മറി സെഗ്മെൻറ്റേഷൻ. മെമ്മറി ഇങ്ങനെ സെഗ്മെൻറ്റേഷൻ നടത്തുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? ഇത് മെമ്മറി മാനേജ്മെൻറ്റ് മെക്കാനിസത്തിന് വളരെ എളുപ്പമാണ്. നമ്മളെ മെമ്മറീനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡാറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഇപ്പോൾ ഒരുപാട് ലൊക്കേഷൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറിനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സെഗ്മെൻറ്റ്സിനെ ഡാറ്റനെ ഈസി ആയിട്ട് മെമ്മറി മാനേജ് ചെയ്തിട്ട് പ്രോസസ്സറിന് എന്ത് ചെയ്യും, ഡാറ്റനെ ആക്സസ് ചെയ്യാൻ എന്ത് ചെയ്യും, വളരെ എളുപ്പമാണ്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്താണ്, വളരെ എളുപ്പമാണ്. ഓക്കെ,
പിന്നെ ഓരോ കോഡ് സെഗ്മെൻറ്റ്സ് കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ സെപ്പറേറ്റ് കോഡ് സെഗ്മെൻറ്റ്സിൽ തന്നെ നമുക്ക് കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുക. അതെന്താണ് വളരെ ഈസിയാണ്. അപ്പോൾ പിന്നെന്താണ് ഈ പ്രോസസ്സേഴ്സ് ടു ഷെയർ ഡാറ്റ പ്രോസസ്സിന് ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. പിന്നെ എക്സ്റ്റെൻഡ് അഡ്രസ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് അതായത് 64 ബിറ്റായിട്ട് 64 ഉള്ളതിനെ നമുക്ക് അതിൻ്റെ അഡ്രസ് ക്യാപ്പബിലിറ്റി 1 MB വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആയല്ലോ. പിന്നെ അടുത്തത് ഫ്ലാഗ് രജിസ്റ്ററാണ്. ഫ്ലാഗ് എന്ന് പറയുന്നത് 1 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു രജിസ്റ്ററിനാണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുക. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാറ്റസ് ഓഫ് പ്രോസസ്സറിൻ്റെ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഗ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ 16 ബിറ്റാണ്. ഈ ഫ്ലാഗ് രജിസ്റ്ററിൽ ഒരുപാട് ക്രോസ് മാർക്കുകളുണ്ട്. ഈ ക്രോസ് മാർക്കുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിൽ O എന്ന് പറഞ്ഞിട്ടുണ്ട് ഓവർഫ്ലോ ഫ്ലാഗാണ്, D എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ ഫ്ലാഗാണ്, I എന്ന് പറഞ്ഞ ഇൻട്രപ്റ്റ് ഫ്ലാഗ്, T ട്രാപ്പ് ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, C ബൈ ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, പിന്നെ ക്രോസ് മാർക്ക് നോട്ട് യൂസ്ഡ് ആണ്. ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓവർഫ്ലോ ഒക്കർ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യും. സെറ്റ് മീൻസ് ഹൈ ആണെങ്കിൽ ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അവിടെ ഒരു ഓവർഫ്ലോ വന്നിട്ടുണ്ട്. ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ്. if this flag is bit is 0, the proceed beginning from the lowest address to the highest row. അതായത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്. ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 1 ആണെങ്കിൽ ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇൻട്രപ്റ്റ് ഫ്ലാഗാണ്. ഈ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്തു എന്നുള്ളത് മനസ്സിലാകും. അതർ കേസിൽ ഇൻട്രപ്റ്റ് ഇഗ്നോർ ചെയ്യും. ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് ട്രാപ്പ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ എക്സിക്യൂഷനും എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ശേഷം ഈ ഫ്ലാഗ് ഹൈ ആണെങ്കിൽ അവിടെ ട്രാപ്പ് ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്തു. സൈൻ ഫ്ലാഗാണ്. അതായത് ഈ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ സൈൻ ഫ്ലാഗ് ഹൈ ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ. സീറോ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഓഫ് കമ്പ്യൂട്ടേഷന് 0 ആണെങ്കിൽ ഇവിടെ സെഡ് ഫ്ലാഗ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് നിപ്പിളിൽ നിന്നും ഒരു ക്യാരി ഒക്കർ ചെയ്തു എന്നുള്ളത് മനസ്സിലായി. പാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഈവൻ ആണോ ഓഡാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. റിസൾട്ട് 1 ആണെങ്കിൽ അവിടെ ഈവൻ പാരിറ്റി ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. അതർവൈസ് റിസൾട്ട് ഓഫ് സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡായിരിക്കും. ക്യാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഡിഷൻസോ സബ്സ്ട്രാക്ഷൻസോ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ വന്നോ അവിടെ ക്യാരീസ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അവിടെ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഓക്കെ. ഇതാണ് ഈ 8086 മൈക്രോ പ്രോസസ്സറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഓവറോളായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. താങ്ക് യു.